നമ്മളിത് ഇന്ന് രാവിലെ വന്നിട്ട് നമ്മൾ പണിയിറങ്ങാൻ പോകുക. അന്നേരം നമ്മൾ ഇവിടെ ഒരു വല ഇറക്കിയിട്ട് അവിടുന്ന് ഒരു വല ഇറക്കാൻ പോകുക. ഇവിടെ ഇറക്കി അവിടെ ഇറക്കിയിട്ട് നേരെ നമ്മളിപ്പോൾ പൊക്കത്തോട്ടെ ഇവിടെ ഇങ്ങോട്ട് നമ്മൾ ഇന്നലെ നോക്കാൻ വന്ന സ്ഥലത്തോട്ടാണ് വന്നിരിക്കുന്നത്. ഇത്തരം രാവിലെ വന്നാലും ചിലപ്പോൾ വലവെക്കൽ നടക്കുന്നത്. ഉടക്കോലക്കാരുണ്ട്, ഉടക്കോലക്കാർ വലയെടുത്ത് മാറ്റിയിട്ട് വേണം നമുക്ക് വെക്കാൻ. നമ്മൾ വെളുപ്പിനെ വന്നതായിരുന്നു. അടി പിടിച്ചുണ്ടോ? അടി കൂടി പിടിച്ചുണ്ടോ? അടിവല കൂടി പിടിച്ചിട്ടുണ്ടോ? നമ്മുടെ ഇവിടെ ഒരു വലയെല്ലാം കുത്തി. അവിടെ വീശുകാരുണ്ട്. വീശുകാർ കത്തി അവിടെ ഒരു നല്ലൊരു ആ പുള്ളിക്കാരൻ്റെ നല്ലൊരു വാള കിട്ടി. പിന്നെ 2 ചാത്തിയും കിട്ടിയിട്ടുണ്ട്. നമ്മളിത് അവിടെ നിന്ന് അന്നേരം ഒരു ടീം അവിടെ വന്നിട്ടുണ്ട്. ഒരു വലക്കാർ അവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ഇറക്കിയ വലയുടെ തൊട്ടപ്പുറമാണ് ഒരു വല വെക്കുന്നത്. നമുക്ക് അവിടെ പോയി അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ടാണ് വലിക്കേണ്ടത്. അതിനകത്ത് ചെറിയ ചാലിനകത്തൊക്കെ ശരിക്കും സിലോപ്പി ഉണ്ടായിരുന്നു. ഒരു കുത്തുവലക്കാരൻ അവിടുന്ന് വല വെച്ചിട്ട് പുള്ളിക്ക് ന്യായമായിട്ട് സിലോപ്പിയുണ്ട്. അതൊക്കെ പറഞ്ഞാൽ പുള്ളിക്ക് ഇനി വീട്ടിൽ പോവാം. മീനും കൊണ്ട് കൊടുക്കാൻ സമയമുണ്ട്. ഇപ്പോൾ കണ്ടത്തിൽ കിടന്ന് ഈ കണ്ടത്തിലൊക്കെ ഇന്നലെ നിറച്ച് വെള്ളമായിരുന്നു. ഈ വെള്ളമെല്ലാം ഒറ്റ രാത്രി കൊണ്ട് പറ്റി. വെള്ളം പറ്റിയ കൂടാതെ മീനും ഉള്ളതെല്ലാം ചാലിൽ ഇറങ്ങിയിട്ടുണ്ട്. അതിനകത്ത് എന്തായാലും സിലോപ്പി കാണാതിരിക്കത്തില്ല. ന്യായമായിട്ട് സിലോപ്പി കാണും. ഇന്ന് വരുന്ന വലക്കാർക്കൊക്കെ സിലോപ്പി കിട്ടും. നമ്മളെ പുറകോല ഇറക്കി പണി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. പണി സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മുടെ കൂടെ ഇല്ല. അത് കണ്ട നമ്മൾ വല കുത്തിയ മൊത്തം താറാവ് കയറിയിട്ടുണ്ട്. അവിടെ പൊക്കി കുത്തിയതൊക്കെ എന്ത് പരിവാക്കിയിട്ടുണ്ടെന്നും അറിയത്തില്ല. അവിടെ ചെല്ലുമ്പോൾ അറിയാം. പൊക്കി കമ്പേ കുത്തി നിർത്തുന്നതെന്ന് വെച്ചാൽ മീൻ കയറി നിൽക്കാൻ വേണ്ടി നമ്മൾ കമ്പയിൽ ഇങ്ങനെ പൊക്കി നിർത്തും. വെള്ളം എടുക്കാനുള്ള പരുവത്തിനൊക്കെയാണ് നമ്മൾ കമ്പേ പൊക്കി കുത്തുന്നത്. താറാവ് മൊത്തം മേഞ്ഞ് നിൽക്കുക. നീ എന്തായാലും ഇവിടുന്ന് വലിച്ചു തുടങ്ങട്ടെ. ഇല്ലേ? ഓ ഈ കുറയിലാണ് ഇവിടെ വല. എവിടെയാടാ പോകേണ്ടത്? പോണ്ടേ? പമ്മി വെറുതെ ഇരിക്കുമോ? അവര് വീഴട്ടെ, അവരും പിടിക്കട്ടെ. അവിടെ രാജേഷ് ഒരു ചെറിയൊരു വാളച്ചാത്തിയൊക്കെ ആക്കി പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഒക്കെ ലാസ്റ്റ് കാണിച്ചു തരും. ഇപ്പം നമുക്കോ എനിക്കൊക്കെ കിട്ടുന്നുണ്ടോ സിലോപ്പി? കുരുന്നനെ അവിടെ ഒരു വാള കിട്ടിയിട്ടുണ്ട്. വാളയല്ല, എല്ലാം ചാത്തിയാണ് കിട്ടുന്നത് കേട്ടോ. അവിടെ ഒരെണ്ണം ഇപ്പം കിട്ടിയതാ. നമുക്കത് ഇതിനകത്ത് കിടപ്പുണ്ട് കേട്ടോ. സിലോപ്പി ഇതിനകത്ത് കിടപ്പുണ്ട്. അതൊക്കെ പിടിക്കുന്നത്. അതങ്ങ് ഒതുക്കി വെച്ചോ. അവിടുന്ന് രാവിലെ 2-3 വാളച്ചാത്തി പിടിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മീൻ കിട്ടുന്നുണ്ട്. ചെറിയ വാളച്ചാത്തിയും സിലോപ്പിയൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ട്. കുറച്ച് കിട്ടിയതുകൊണ്ട് വെള്ളത്തിൽ കൊണ്ട് കെട്ടിയിട്ടുണ്ട്. ഈ വെള്ളം മോശമായതുകൊണ്ട് അതൊക്കെ മിക്കവാറും മയങ്ങിച്ചാകാനാണ് സാധ്യത കൂടുതൽ. അന്നേരം വാളച്ചാത്തി ഇഷ്ടംപോലെ ഉണ്ട്. വലിയ വാളയൊന്നും നമ്മൾ കണ്ടില്ല. ഒരെണ്ണം പോലും ചാടിപ്പോലും പോയതും കണ്ടില്ല. പലക്കാത്തും കാണുന്നില്ല. വലിയ വാള ഉണ്ടായില്ല എന്നറിയത്തില്ല. കഴിഞ്ഞ ദിവസം നമുക്ക് കിട്ടിയാണെങ്കിൽ 1-2 കിട്ടിയിരുന്ന രക്ഷപ്പെട്ട് പോയാനായിരുന്നു. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു. അന്നും എന്തായാലും പണി മോശമായിരുന്നു. ഈ പണി എന്തായാലും നമ്മൾ ഗംഭീരമാക്കി എടുക്കും. മീനൊന്നും കിട്ടിയില്ല. വലിയ നമ്മുടെ വല ഏകദേശം ഇത്ര അടുത്ത് നിൽക്കുന്നുണ്ട്. ഈ ഭാഗത്ത് നിൽക്കുന്ന മൊത്തം സിലോപ്പിയുണ്ട്, തൂളിയുണ്ട്. സിലോപ്പിയാണ് കൂടുതൽ പൊങ്ങുന്നത്. പക്ഷെ അത്ര മുഴുത്ത സിലോപ്പിയല്ല ഈ പൊങ്ങിക്കുന്നത്. ഒരു ഇടത്തരം സിലോപ്പിയും ചെറു സിലോപ്പിയൊക്കെ പൊങ്ങി നിൽക്കുന്നത്. ഇതുണ്ടോ? മൊത്തം കയറി തിങ്ങി ഇങ്ങനെ നിൽക്കുക.
കൂളിയും കണ്ടരുമാനം ഉണ്ട് ഇതിനകത്ത്. ഇപ്പോൾ വല അടുക്കാനായിട്ടൊരു ശകലം കൂടിയുണ്ട്. ഇത് നോക്കടാ, അതാവനുണ്ടല്ലോടാ. നമ്മുടെ വല രണ്ടും മറിച്ചിട്ടിട്ടുണ്ട്. വല രണ്ടും മറിച്ചിട്ടിട്ട് ഈ വലക്കകത്ത് ഇതുണ്ട് സിലോപ്പി അങ്ങേറ്റത്തൊക്കെ ചാടുന്നുണ്ട്. സിലോപ്പിയുണ്ട്, തൂളിയുണ്ട്, പിന്നെ പരലുണ്ട്. നമുക്ക് വാളച്ചാത്തി കുറച്ച് കപ്പി കിട്ടിയായിരുന്നു. ഇപ്പം അവർ കുരുന്നൻ്റെ അവിടുന്ന് കുറച്ച് കുരുന്നൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയ കുരുന്നം കൊണ്ടുവരുന്നുണ്ട്. നമ്മളിത് ഇവിടെ കെട്ടിയിട്ടിട്ടുണ്ട്. ഇപ്പം മയങ്ങിയെന്നും ഉണ്ട് ഇവിടെ കെട്ടിയിട്ടൊക്കെ. ഇതുണ്ട് വാളയും സിലോപ്പിയൊക്കെ മയങ്ങി, വെള്ളം കൊള്ളത്തില്ല, വെള്ളം മോശം. ഇതിന് നമുക്ക് കയ്യോടെ തന്നെ നമ്മൾ ആറ്റി കൊണ്ട് ഇട്ടുവരെ ഇത് ഒരുമാതിരിയൊക്കെ ജീവനോടെ നിൽക്കത്തുള്ളൂ. നമ്മൾ ഇവിടുത്തെ ഒരു ഉടക്കോരക്കാരുടെ വള്ളം ചോദിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞ് എടുത്തോളാൻ പറഞ്ഞു. ഇപ്പം ഈ ഒരു വല ഒതുക്കി പുറവല ഒതുക്കി അതിനകത്ത് കിട്ടുന്ന വലിയ സിലോപ്പി കൊണ്ടുപോയി വള്ളത്തെ കയറ്റി നമുക്കിനി ആറ്റി കൊണ്ടുപോയി വെള്ളത്തിൽ ഇടണം. കുരുന്നൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയ വളം എന്തിനാ കാണിച്ചത്? എല്ലാം ചാത്തിയാണ്. കളർ വരെ പോയല്ലോ. ഓക്കെ, നമ്മുടെ പുറവല എടുത്തപ്പോഴേ ഒരു കരിമീനുണ്ടായിരുന്നു. ഒരു കരിമീനുണ്ട്. ഇതിനകത്ത് കുറച്ച് സിലോപ്പിയും വലിയ സിലോപ്പി മാത്രമേ എടുത്തുള്ളൂ. വലിയ സിലോപ്പി ഉണ്ട്, കുറച്ച് വരാറുണ്ട്. പിന്നുള്ളത് ഇതാ വാളച്ചാത്തിയ, കുറേ വാളച്ചാത്തിയുണ്ട്. ഇനി നമുക്ക് കിടക്കാൻ കിടക്കുന്ന വലിയ വലയ്ക്കകത്ത് മുമ്പ് സിലോപ്പി കാണുന്നുണ്ട്. പക്ഷേ നമ്മൾ ചെറിയ സിലോപ്പി ഒന്നും എടുക്കുക, വലിയ സിലോപ്പി മാത്രമേ എടുക്കുന്നുള്ളൂ. വെറുതെ ചെറിയ സിലോപ്പി എടുത്ത് നമ്മൾ കൊണ്ടുപോയി സിലോപ്പി വെളുത്തും പോവും. അത് തന്നെയല്ല, ഐസും വേണം അതേ കണക്ക്. എന്തായാലും വലിയത് മാത്രമേ എടുക്കുന്നുള്ളൂ, വലിയ സിലോപ്പി മാത്രം നോക്കി എടുക്കുന്നുള്ളൂ. പല സിലോപ്പി ഉണ്ട്, പല നിറച്ച് സിലോപ്പിയുണ്ട്. പക്ഷേ അതിനകത്ത് നമ്മൾ വലുത് മാത്രം. നമുക്ക് തപ്പി കിട്ടിയായിരുന്നു കുറച്ച് സിലോപ്പി വാങ്ങിയിട്ടുണ്ട്. ജീവനുള്ള നോക്കി പാട മത്തിയിട്ടു മേലെ ഇടണ്ട, വെള്ളത്തിൽ ഇടണ്ട. നമ്മൾ ഈ ടൈപ്പ് സിലോപ്പി മാത്രമേ എടുക്കുന്നുള്ളൂ, ചെറുതെടുക്കുന്നില്ല. ചെറുതും മീഡിയം ഒന്നും എടുക്കുന്നില്ല. എല്ലാം ചെകളാനൊക്കുന്നുണ്ട്. ഇതൊക്കെ ചത്ത്, ഇത് ചത്തിട്ടില്ല, ഇത് ചത്ത്. നമ്മുടെ വല ഇറമ്പത്ത് കൊണ്ടുപോകുന്ന കേട്ടോ, വലിയ വല. വലിയ അത് കണ്ടോ, ഒരു വാള, അത് നല്ലൊരു വാള കിടപ്പുണ്ട് അവിടെ. ഇങ്ങോട്ട് വേറെ വാള ഉണ്ടോയെന്ന് അറിയത്തില്ല. സിലോപ്പി ഉണ്ട് കണ്ടിരുമാനം, പക്ഷേ വലിയ സിലോപ്പി അല്ല, ചെറിയ സിലോപ്പി നമ്മൾ കാണുന്നത്. ഇവിടുത്തെ ഒരു തട്ടാടാ. പൊക്കത്ത് വെക്കണ്ട. പൊക്കത്ത് വെച്ചാൽ ശരിയാവുമോ? ഞാൻ അവിടെ ലൂസാക്കും. ഇങ്ങോട്ട് മാറിയിരിക്കടാ.
ഈ വലയൊന്ന് പിടിച്ചോ. ആ അയ്യോ വലുത് മാത്രം എടുക്കും. കലം എടുക്കും. വാളച്ചാത്തി ഇരുന്ന് കലം എടുത്തു. ഇതാണ് നമ്മളിതേ എന്താ ഒരു ചെറിയൊരു ഭാഗം കയറ്റിയിട്ടുള്ളൂ. ബാക്കി ഇവിടുന്ന് അങ്ങേയറ്റം വരെ കിടക്കുക. ഭാഗം കയറ്റിയപ്പോൾ തന്നെ സിലോപ്പി ഉണ്ട്. പക്ഷേ ഇതിനകത്ത് നമ്മൾ വലിയ സിലോപ്പി മാത്രമേ എടുക്കുന്നുണ്ട്. ചെറുതെന്നുള്ള സാധനം എടുക്കുന്നില്ല. കിട്ടോ പോട്ടോ. താഴത്ത് കൂരിയുണ്ട്. ഈ വലയിൽ കിട്ടിയ മീനിന് വലുത് മാത്രം എടുത്തു. വലുതും കുറച്ച് വാളച്ചാത്തി ഉണ്ടായിരുന്നു. അത് നമ്മൾ വലുത് മാത്രം എടുത്തിട്ട് ബാക്കി അങ്ങ് തിരിച്ചു വിടുക കേട്ടോ. ഇത്ര മീൻ നമ്മൾ തിരിച്ച് വിട്ടേക്കുവാണ് കേട്ടോ. നമുക്ക് എടുത്തു കഴിഞ്ഞാൽ പോകും. ഇതിനകത്ത് വന്നാലും ചിലപ്പോൾ ചത്തുപോകത്തേ ഉള്ളൂ. എടുത്തു കഴിഞ്ഞാൽ പോകും. പക്ഷെ നമുക്ക് ഐസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇല്ലെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ വെളുത്ത് പോകത്തേ ഉള്ളൂ. നമ്മളിനി ഇതുമായിട്ട് കറിക്കലാമില്ലെങ്കിൽ ഒരു സമയമായി. ആ അത് തന്നെ. കൊയ്ത്തിന് വന്നിട്ട് നമുക്ക് പിടിക്കണ്ടേ. അപ്പോൾ വലുതാവും. അതുകൊണ്ട് അവിടം വരെ നമ്മളിനി പോകണ്ടേത് ചുമന്നുകൊണ്ട് വേണം പോകാൻ. നമ്മളിപ്പോൾ ഈ മീൻ പിടിക്കാൻ വന്നിരിക്കുന്ന ഒരു 400 ഏക്കറോളം വരുന്ന ഒരു പാടത്തിൻ്റെ ഒത്ത നടുക്കായിട്ടാണ്. അന്നേരം നമ്മൾ ഈ മീൻ കളയുന്നത് എല്ലാവരും കാണുമ്പോൾ ഓർക്കും ഇത് ആർക്കെങ്കിലും കറിക്ക് കൊടുത്തു. പക്ഷേ അവിടെ കറിക്ക് അല്ലെങ്കിൽ കറിക്ക് വരുന്നവരാരും ഇല്ല. പിന്നെയുള്ള മീൻപിടുത്തക്കാർക്ക് ഈ ഇടത്തരവോ ചെറുതോ ഒന്നും വേണ്ട. ഇത്രയും വലിയ സിലോപ്പികൾ കിട്ടുന്നതുകൊണ്ട് ആർക്കും അത് വേണ്ട. ചെറുതൊന്നും വേണ്ട. ചെറുതും വേണ്ട. ചെറിയ തൂളിയൊന്നും ആർക്കും വേണ്ട. ഞങ്ങൾ കുറച്ച് പേരോട് ചോദിച്ചിട്ടൊന്നും ആർക്കും വേണ്ട. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ജീവനോട് തന്നെ വെള്ളത്തിൽ വിടുന്നത്. ഇത് വെള്ളത്തിൽ വിട്ടാലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ അത് വീണ്ടും വലുതായ ഞങ്ങളെ കണക്കുള്ള മറ്റ് മീൻപിടുത്തക്കാർക്കും അത് കിട്ടും. ഞങ്ങൾക്ക് തന്നെ കിട്ടണമെന്നില്ല. വേറെ ആർക്കെങ്കിലും അത് ഉപകരിക്കും. അവിടെ കൊണ്ടുചെന്നിട്ട് ഒരു വര കെട്ടിയിട്ടോ ലാസ്റ്റ് ഈ വരയൊക്കെ കുടഞ്ഞാൽ മതി. അതിനൊക്കെ എന്തിനാണ്
കുഴിക്കകത്തിട്ട് വള്ളത്തിലോട്ട് ഇതും കുടഞ്ഞിടുമല്ലേ. ഇതിൻ്റെ അടിയിലും കണ്ടു വരാറുണ്ട്. ഫ്ലാറ്റ് മാറിപ്പോയി, ക്ഷമിക്കണം. ആറ്റിക്കൊണ്ട് കെട്ടിയിടുന്ന ഈ താറാങ്കൂട്ടം എല്ലാം നമ്മുടെ വലയ്ക്കകത്തായിരുന്നു ആദ്യം. നമ്മളാ വല കുത്തിയ ഭാഗത്തായിരുന്നു. ഇപ്പം ഇതെല്ലാം നേരെ അതിൻ്റെ ഇപ്പം ഇച്ചിരി മുന്നോട്ട് മാറി. ഇതെല്ലാം ഇവിടെ നിൽക്കുക. ആ വല കുത്തിയ സമയത്ത് ആ വലക്കകത്ത് കയറി മേഞ്ഞ് നടക്കുമായിരുന്നു ഇതെല്ലാം. അതുങ്ങൾക്ക് ഇഷ്ടംപോലെ തീറ്റ കിട്ടുന്നുണ്ട്, ഇഷ്ടംപോലെ പൊടിമീനുണ്ടായിരുന്നു. കായൽ ചൂടയും വയമ്പും ഒക്കെ ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ടായിരുന്നു നമ്മുടെ ആ ഭാഗത്ത് നിന്ന് വെച്ചാൽ നമ്മുടെ ആ വല ഒതുക്കി വന്ന സമയത്ത് മീനെല്ലാം ഒരുമിച്ച് വന്നപ്പോഴായിരുന്നു ഇതുങ്ങൾക്ക് തീറ്റ കിട്ടിക്കൊണ്ടത്. നമ്മുടെ ഒരു സെറ്റ് വല എടുത്തപ്പോൾ ഉള്ള മീന് നമ്മൾ ഇതിനകത്തോണ്ട് കിട്ടുന്നുണ്ട് വലക്കകത്ത്. ആകത്തില്ലെന്നുള്ള വിശ്വാസത്തിൽ കൊണ്ടിട്ടിരിക്കുന്നത്. ഈ ബാക്ക് കൂടി എടുക്കണ്ട, അതിനകത്തൊരു വാള കിടപ്പുണ്ട്. കുരുന്നൻ വള്ളത്തെ വരും. ഞങ്ങളിപ്പോൾ ഇനി നടന്നു പോകും. ഇനി അതുകൂടി എടുത്തിട്ട് വേണം നമുക്ക് ഇനി ഇത് നമ്മുടെ സ്പോട്ടിലെത്തിക്കാനായിട്ട്. അവിടെ കൊണ്ട് ആറ്റിക്കൊണ്ടൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ഇവിടുത്തെ വെള്ളം ഇച്ചിരി മോശമാണ്. ഇതിനകത്ത് ചാകാതെ കിടക്കില്ലെന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് പെട്ടെന്ന് മറ്റേ മീനെയൊക്കെ എടുത്ത് കയറണം. കൂടെ ഉള്ളു. ഇതിനകത്ത് ഒരു ഭാഗമാണ്, ഇതിനകത്തൊരു വാഹയുണ്ടായിരുന്നു. വാഗ അതിനകത്തിട്ട് അതിന് ഇടുമായിരുന്നു. ഞാനൊന്ന് താഴെ എടുത്തിട്ടുണ്ടായിരുന്നു. കരാലിനവിടെ ഇട്ടിട്ടുണ്ട് താഴെ. ലാസ്റ്റ് ഭാഗമാണ്. ലാസ്റ്റ് ഭാഗമാണ്. വലിപ്പുണ്ടല്ലേ? കണ്ട വാളയെ കണ്ട 2 കിലോയ്ക്ക് മേലുണ്ട്. 2 കിലോയ്ക്ക് മേലുണ്ട് എന്തായാലും. ആ കുടി പാടുന്ന കിട്ടിയൊരു നല്ലൊരു വാള ഇതാ. നോക്കണ്ട പിടിച്ചിട്ട് കേട്ടോ.
ഒരു സിലോപ്പി കയറി പോകുന്നു. അത് കണ്ടോ? നോക്കിയിട്. അവിടെ കിടക്കട്ടെ, കെട്ടിയിട്ട് വേണ്ട. ഇതാ നമുക്ക് ഈ ലാസ്റ്റ് എടുത്തപ്പോൾ കിട്ടിയതാ. സാധാരണ ലാസ്റ്റ് ഭാഗമൊക്കെ എടുക്കാൻ നേരത്തെ ഇച്ചിരി മീൻ കൂടുതൽ കാണുന്നേ. നമ്മൾ വേറെ ഉണ്ട്, മീനുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ചെറിയ സിലോപ്പി ഒന്നും എടുത്തില്ല. നമ്മൾ വലുത് മാത്രമേ എടുത്തുള്ളൂ. ഇപ്പോൾ ഈ ലാസ്റ്റ് വരെ നമ്മൾ കുറച്ച് ചെറിയ സിലോപ്പി ഞങ്ങൾ എടുക്കുന്നുണ്ട്. കുറച്ചേ ഉള്ളത്, അത് കുറച്ചേ എടുക്കുന്നുള്ളൂ. ഉള്ള സിലോപ്പി കുഞ്ഞുങ്ങളെല്ലാം കൊണ്ടു ചെന്നിട്ട് കാര്യമില്ല. ഒരു 100 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള എടുക്കുന്നുള്ളൂ. എന്തായാലും എന്തായാലും നമ്മളെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക. എന്നാലും ഇന്നത്തെ മീൻ പിടുത്തം വലിയ കുഴപ്പമില്ല. അത്യാവശ്യം വലിയ സിലോപ്പി ആയതുകൊണ്ട് കുഴപ്പമില്ല. ഞങ്ങൾക്ക് എന്തായാലും ന്യായമായിട്ട് ഇത് വലിയ സിലോപ്പി കിട്ടിയിട്ടുണ്ട്. ചെറുത് എടുക്കാഞ്ഞുകൊണ്ട് മാത്രം. വലിയ സിലോപ്പിയുണ്ട്, ചെറിയ വാളച്ചാത്തിയുണ്ട്, ഒരു നല്ലൊരു വാളയും ഒരു വാകയുണ്ടായിരുന്നു. അന്നേരം ഇന്നത് കുഴപ്പമില്ലാത്ത മീൻ പിടുത്തമാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. അന്നേരം അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.